നമുക്കൊരു കുഞ്ഞും പൊതിച്ചോറ് തയ്യാറാക്കിയാലോ? ഒരു മുട്ട പൊരിച്ചതും പാവയ്ക്ക തോരനും സോയാബീൻ ഫ്രൈയും 2 തരം അച്ചാറും വെച്ചുള്ള ഒരു ചെറിയ പൊതിച്ചോറ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന എന്നെ പോലുള്ളവർക്ക് പൊതിച്ചോറ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ നിൽക്കുമ്പം ഉപ്പും എരിവും പുളിയില്ലാത്ത പല സാധനങ്ങളും ഹോസ്റ്റലിൽ നിന്ന് പോയി വന്നതിന് ശേഷം എത്ര സ്വാദോടുകൂടിയും സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്നത്. കുറച്ച് നേരം അടച്ചു വെച്ചത് നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്താ സ്മെല്ല്! അത് ഞാൻ പറയേണ്ട, നിങ്ങൾക്കറിയാം. അതിനൊപ്പം കഴിക്കാൻ അമ്മ ഉപ്പിലിട്ടച്ച 2 ലൂബിക്ക എടുത്തു. അതിനൊപ്പം കാന്താരി എടുത്തു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ വീട്ടിൽ നിൽക്കുമ്പോൾ എരിവും പുളിയില്ലാത്ത പല സാധനങ്ങളും ഹോസ്റ്റലിൽ നിന്നും നമുക്ക് വളിച്ചതും പുളിച്ചതായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ളപ്പം നല്ല നല്ല ഫുഡുകൾ കഴിച്ച് വളരുക. അമ്മ എന്ത് തന്നാലും അതിനെ കുറ്റം പറയാതെ നല്ല രീതിയിൽ കഴിക്കുക. എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പയറും മെഴുക്കുവരട്ടിയൊക്കെ വളിച്ചതൊക്കെ. ഇപ്പം നല്ല മാറ്റമുണ്ട്.